ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ അവയെക്കുറിച്ചുള്ള വലിയ ബോധവൽക്കരണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകളും നടക്കുകയും അതിനെക്കുറിച്ച് വളരെ കൃത്യമായ താക്കീതുകളും അതോടൊപ്പം തന്നെ അറസ്റ്റുകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വശത്ത് നടക്കുമ്പോൾ അതേപോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായിട്ടുള്ളതോ ഭാവിക്ക് ദോഷം വരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ വാക്കുകളും നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് പാലായിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ, ഒരു മീറ്റിങ്ങിൽ എല്ലാവരും മാനിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള വാക്കുകളെ എടുത്തുകൊണ്ട് ചാനൽ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നും ആ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് പലരും വീക്ഷിക്കുന്നത്. ഞാനും അതിനെ ആ വിധത്തിൽ തന്നെ കാണുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് ചില ആളുകളെ പിടിച്ചു എന്നുള്ളത്. അത് ആരാണ് കൊണ്ടുവന്നത്, എന്താണ് കൊണ്ടുവന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം എന്ന് പറഞ്ഞു. എന്നാൽ പോലീസ് അതിനെ സംബന്ധിച്ച് പിന്നീട് അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തിയതും തെളിയിച്ചതുമായ കാര്യം അദ്ദേഹം വിവക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യവും അതിനകത്തുണ്ടായിരുന്നില്ല. പാറമടയിലേക്ക് കൊണ്ടുവന്നതാണ്, പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേജിൽ നിന്നപ്പോൾ കൃത്യമായ അറിവില്ലായ്മ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് സംസാരിച്ചത്. അതുണ്ടാക്കിയിരിക്കുന്ന ആ വിപത്ത് എത്ര വലുതാണെന്നുള്ളത് അദ്ദേഹമോ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി അംഗങ്ങളോ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്, അദ്ദേഹം ഒരു സമുദായത്തെ തന്നെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അന്യവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു വാക്കാണ്. ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല, കാരണം വളരെ മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അത് കൂടെ ചർച്ച ചെയ്യുകയും അതിൻ്റെ വിലയും നിലയും ഇല്ലാതാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഡിസ്കഷനിലെ അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ശ്രീ PC ജോർജ് സാറ് തെളിവുകൾ നിരത്തണം. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ തെളിവുകൾ നിരത്തണം. അത് എൻ്റെ സ്നേഹിതന്മാരായ പലരും എന്നോട് ആവശ്യപ്പെട്ടു, വച്ചാൽ അദ്ദേഹവുമായിട്ട് അച്ഛന് അടുപ്പമുണ്ടല്ലോ, ഒന്ന് ചോദിച്ചിട്ട് ആ തെളിവുകളുണ്ടോ, പെൺകുട്ടികളുടെ പേരും വിവരങ്ങളൊന്നും പറയണ്ട, അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും പറയണ്ട, പക്ഷേ അവരെ ചതിച്ചു കൊണ്ടുപോയ ആൺകുട്ടികളെക്കുറിച്ചുള്ള പേര് വിവരങ്ങളൊന്ന് പറയിക്കാമോ? ഒരു 10 പേരുടെയെങ്കിലും പേര് വിവരങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പാകെ നമുക്ക് ഈ കാര്യങ്ങൾ വിവരിക്കാമായിരുന്നല്ലോ. ആരൊക്കെ ഇതിനെ എതിർക്കുന്നു അവരോട് പറയാമല്ലോ, ഇതേ ഇന്ന ആളുകളാണ് ഇന്നതുപോലെ ചെയ്തിരിക്കുന്നത്. ഈ നാട്ടിൽ പ്രേമവും വിവാഹങ്ങളും അനവധി കാലഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ മാത്രമല്ല, മറ്റു പല ഭവനങ്ങളിലും. അതിനകത്ത് ചിലരൊക്കെ വളരെ വിദ്വേഷപരമായിട്ട് തന്നെ മക്കളോട് ഇടപെടുകയും അവരെ എന്നേക്കുമായിട്ട് പുറത്തേക്ക്, നമ്മൾ പറയാറുള്ള പോലെ പടിയടച്ച് വെണ്ണം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ചില ആളുകൾക്ക് അവരുമായിട്ട് അസ്പൃഷ്ടത ഇപ്പോഴും നിലനിർത്തുന്നു, മറ്റു ചില ആളുകൾ അവരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിലൊക്കെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. പ്രായപൂർത്തിയായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതിവിടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഉടനീളം അതിനുള്ള ഭരണഘടന അനുശാസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കരുത്. അതിനെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക സമുദായത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക അജണ്ടയായിട്ടോ നമ്മൾ ചിത്രീകരിക്കുന്നത് അത്ര ഉചിതമായിട്ട് ഈ കാലഘട്ടത്തിൽ തോന്നുന്നില്ല. വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ പ്രസ്താവന കേൾക്കാം. ഞാനത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഒരു മുസ്ലിമും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോവണ്ട. അതിന് പ്രത്യേക പ്രതിഫലമൊന്നുമില്ല. ഒരു ഹൈന്ദവ സ്ത്രീ ആവട്ടെ, അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, അവരുടെ മക്കളെ അവരുടെ മതവിധി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് വിടൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നമാണ്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തരുത്. ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിക്കരുത്. അപ്പൊ പിന്നെ മതം വേണോ? വേണ്ടാത്തവരെതിരേലും പോവട്ടെ. നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ ആദർശപരമായി നിങ്ങൾ കല്യാണം ചെയ്യും. അവരുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർക്കരുത്. ചിലർ വന്നിട്ട്, ഉസ്താദ് ഒരു ഹിന്ദു പെണ്ണുമായിട്ട് ഞാൻ പ്രേമത്തിലാണ്, അവളെ മുസ്ലിമാക്കി കല്യാണം കഴിക്കാൻ പോവാണ്. ഇസ്ലാമിൽ ഒരാളെ ഞാൻ കൊണ്ടുവന്നു, ഒരാളെ മുസ്ലിമാക്കിയില്ലേ ഉസ്താദ്? ആർക്ക്? എടാ, നീ മുസ്ലിമാക്കിയത് നിന്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ? നിന്റെ നീയത്ത് വേറെയാണ്. അതിന് ഒരു പ്രതിഫലം ഇസ്ലാമിലില്ല. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടോ ഖുർആൻ പഠിച്ചിട്ടോ ഒന്നും വന്നതല്ലോ. നിനക്കൊന്ന് കെട്ടാൻ വേണ്ടി പൊന്നാനി കൊണ്ടുപോയതല്ലേ, അതിനല്ല മുസ്ലിം എന്ന് പറയാ. അങ്ങനെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രതിഫലവും ഇല്ല. ഉണ്ടോൻ പരി പറയാത്തത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നത്, ഓരോ കുടുംബവും സമാധാനത്തിലാവണം.
ഒരു വീട്ടിലൊക്കെ ഒരു ഹിന്ദുവായ അച്ഛനമ്മയും വളർത്തുന്ന കൊച്ചിനെ പ്രേമിച്ച് വളർത്തിറക്കി കൊണ്ടുവരിക, കൊണ്ടുപോയി കെട്ടുക, പിന്നെ അത് സമൂഹത്തിന് വിഷയമാവുക, ലവ് ജിഹാദ് എന്ന് പറഞ്ഞുണ്ടാക്കുക. ഇതൊക്കെ കാരണം അവിടെ ഈ പ്രസ്താവനയിൽ ഉസ്താദ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ചതിയിലൂടെ വഞ്ചനയിലൂടെ ഒരാളെ മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ചതുകൊണ്ട് വിവാഹം കഴിച്ച ആൾക്കോ അങ്ങനെ മതപരിവർത്തനം നടത്തപ്പെട്ട ആൾക്കോ ഒരു പുണ്യം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെയുള്ള ഉസ്താദന്മാരോട് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അങ്ങേപ്പോലുള്ള ആളുകൾ ആർജവത്വത്തോടുകൂടെ ഇത്തരം പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ പറയാൻ കാണിക്കുന്ന ആ തൻ്റെടമുണ്ടല്ലോ, അത് ആ സമുദായത്തിന് തീർച്ചയായിട്ടും ഒരു വളർച്ചയ്ക്ക് കാരണമായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഇത് എല്ലാ വിഭാഗക്കാരിൽ നിന്നും എല്ലാ മത നേതാക്കന്മാരിൽ നിന്നും ഉയർന്നു വരേണ്ടുന്ന കാര്യമാണ്. അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നതിനൊന്നും യാതൊരു പ്രയാസമില്ല. പക്ഷേ വിവാഹം കഴിച്ച് മതത്തിലേക്ക് ആളെ ചേർത്തിട്ട് അംഗസംഖ്യ വർദ്ധിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്, ആർക്ക് നേടാനാണ്? അതല്ല നമ്മുടെ വിഷയമായിരിക്കേണ്ടുന്നത്. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്രമായും സാമൂഹ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമായിരിക്കുന്ന എല്ലാ വളവും വെള്ളവുമാണ് നാം ഓരോരുത്തരും പകർന്നു നൽകേണ്ടത്. അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത്. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ PC ജോർജ് സാറും പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു വാക്താവായിട്ടാണ് പറയാറുള്ളത്. ആണോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുന്ന നന്നായിരിക്കും. കാരണം 10 കൽപ്പനകളിലെ ആദ്യ കൽപ്പന തന്നെ പലപ്പോഴും ലംഘിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള ഒന്നിനെയും നിങ്ങൾ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവിക കൽപ്പന ഇരിക്കുമ്പോൾ 10 കൽപ്പനകൾ എല്ലാ ഞായറാഴ്ചകളിലും ആലയങ്ങളിൽ ചൊല്ലുമ്പോൾ ആ കൽപ്പന 1-ാം പ്രമാണത്തെ തന്നെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീ അനിൽ ആന്റണിയെയും വിളിച്ചുകൊണ്ട് എവിടെയാണ് പോയതെന്നും എവിടെ നിന്നാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ ഉള്ളത് മീഡിയകളിലൊക്കെ വന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സംസാരിച്ചത്. നിങ്ങൾ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടോ തള്ളയ്ക്ക് വിളിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധതയോടും നീതിയുക്തമായിട്ടും പറയേണ്ടതാണ്. അത് അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വൈദികന്മാർക്ക് സാധിക്കണം. സാധിച്ചിട്ടില്ലെങ്കിൽ വൈദികരുടെയും മെത്രാന്മാരുടെയും പ്രവർത്തനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ലോകം തന്നെ വിലയിരുത്തുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിം ലീഗിൻ്റെ ആയിക്കോട്ടെ, കേരള കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, ആം ആദ്മിയുടെ ആയിക്കോട്ടെ, വേറെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഏത് പാർട്ടികളായിക്കോട്ടെ, നിങ്ങളിൽ നിന്ന് 3 കാര്യങ്ങളാണ് സാമാന്യ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിവുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒന്ന് അടിഞ്ഞുകൂടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പകർന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ നാട് രക്ഷപ്പെടുമെന്നതിന് യാതൊരു സംശയമില്ല. കാരണം നിങ്ങളാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനമാണ് ഇവിടുത്തെ വർഗീയതയ്ക്ക് കാരണമാകുന്നത്. ഒരു കൂട്ടർ മറ്റുള്ളവരെ അകറ്റി നിർത്തുവാനും അവരെ വർഗീയത കൊണ്ടും നിങ്ങളുടെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വരുന്ന ഒരു തലമുറ ഇവിടെ വളരെ ക്ലേശം അനുഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാതിരിക്കാൻ തക്കവണ്ണം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രനിർമ്മിതിയാണ്. ഒരു രാജ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇത്രയും ജനങ്ങളെ പല മതത്തിലും പല ജാതിയിലും പല വർഗത്തിലും വംശത്തിലും ഒക്കെ ഉള്ളവരാണ്. അവരെല്ലാവരും ഏകോദര സഹോദരന്മാരായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ വിധത്തിൽ കാണപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ആ വിധത്തിൽ തന്നെ നമ്മൾ പരിപോഷിപ്പിക്കുകയും ചെയ്തിരുന്നു, പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ ചെറുപ്രായം മുതൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ, എനിക്കറിഞ്ഞുകൂടാ മറ്റുള്ള സ്ഥലങ്ങളിലെ വിദ്യാലയങ്ങൾ അത് ചൊല്ലാറുണ്ടോ എന്ന്, പക്ഷേ നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിലൊക്കെ വളരെ ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ആ രീതിയിൽ വളർത്തപ്പെടുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ തലച്ചോറിനകത്തേക്ക് കിട്ടുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് ഈ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യരും ഐക്യത്തോടും സ്നേഹത്തോടും ഒരുമയോടും കൂടെ വസിക്കണം. അതുകൊണ്ട് തന്നെ വേദനിക്കുന്നവൻ്റെ വേദനകളെല്ലാം എൻ്റെയും വേദനയാണ്. ഈ രാജ്യത്തിൻ്റെ ഭൗതികമായ നന്മകൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നന്മ ചെയ്തു കൊടുക്കുവാനായിട്ട്
താനും ബാധ്യസ്ഥനാണെന്നുള്ള മഹാ സന്ദേശമാണ് ലോകത്തിനെ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സന്ദേശത്തെ വെട്ടിമുറിക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരായ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം. ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള വളർച്ചയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ വളർത്തിയെടുക്കുവാനും ഒരുപോലെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വ നിരയിലേക്ക് എത്തപ്പെട്ടതും അതിനുവേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്ത് ഭരണകൂടങ്ങളിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലൊക്കെ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ വിസ്മരിക്കുന്നു, പലപ്പോഴും നിങ്ങൾ വിസ്മരിക്കുന്നു. നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഈ ദേശം നശിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ദൗത്യം കൂടിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ ചരിത്രം മറക്കുന്നു. നമ്മുടെ നാട് എന്തായിരുന്നു എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ഇന്ന് നാം ഈ നിലയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഉന്നതിയിലേക്ക് നാം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൊക്കെയാണ്, എന്തുകൊണ്ട് നാം ഈ നിലയിലേക്ക് എത്തി, ഇനി നമുക്ക് എത്ര കാതം താണ്ടുവാനായിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതാണ് സാമൂഹ്യ പ്രതിബദ്ധത. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, സ്വാർത്ഥതയില്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ലോകം നിങ്ങളെ വിസ്മരിക്കുകയില്ല. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തൊടുകുറികൾ ഉറപ്പിച്ചിട്ടുണ്ടാകും, അത് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ടാകും, അതെപ്പോഴെങ്കിലും ഒക്കെ ഉച്ചരിക്കുകയും ചെയ്യും. അത് മറന്നു പോകരുത്. അപ്പോൾ ഈ രാഷ്ട്രീയ ഭുങ്കുവന്മാരുടെ അതിരില്ലാത്ത വാക്കുകൾ കൊണ്ട്, കടിഞ്ഞാണില്ലാത്ത വാക്കുകൾ കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു വന്നിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ജിഹാദില്ല എന്നൊന്നും പറയുന്നില്ല, ജിഹാദുണ്ട്. ജിഹാദ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഞാൻ പഠിച്ചതായിട്ടുള്ള ജിഹാദിനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ആ പഠിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സമൂഹത്തിൻ്റെ അറിവിലേക്കും മറ്റ് സമുദായങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ അറിവിലേക്കും വേണ്ടിയിട്ട് പല എപ്പിസോഡായിട്ട് ജിഹാദിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ പഠനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ആരെയും വേദനിപ്പിക്കാനല്ല, മറിച്ച് എവിടെയെങ്കിലും ഫോൾട്ടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും തെറ്റുകളിലേക്ക് ഇനിയും പോകാതിരിക്കുവാനും വേണ്ടിയിട്ടും കൂടിയാണ്. ഇവിടെ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ലവ് ജിഹാദ് എന്നുള്ള പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ജിഹാദിനകത്ത് ലവ് ഒന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പദം ലവ് അല്ലെങ്കിൽ സ്നേഹം, പ്രേമം, ഈ പദമൊന്നും ജിഹാദിനകത്തില്ല. അതുകൊണ്ട് ആ പദം ഉപയോഗിച്ച് ആ വാക്കിനെ അല്ലെങ്കിൽ ജിഹാദിനെ തമസ്കരിക്കുവാനോ അതിനെ മാറ്റി നിർത്താനായിട്ടോ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് വെള്ളവും വളവും വെച്ചു കൊടുത്തതും തിരി കത്തിച്ചു കൊടുത്തതൊക്കെ ഡോക്ടർ സാക്കിർ നായിക്കും അതുപോലെ തന്നെ ജനാബ് ശ്രീ എം അക്ബറും ഒക്കെയാണെന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പാദിച്ചത് ചില കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള പെൺകുഞ്ഞുങ്ങളും ആൺമക്കളും ഒക്കെ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാം ആകുന്നതിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഏത് മതത്തിൽ ആർക്കും വിശ്വസിക്കാം. പക്ഷേ അതിൻ്റെ പരിണതഫലമായിട്ട് ഇസ്ലാമിലേക്ക് വരിക മാത്രമല്ല, അവർ പ്രത്യേകമായ ISIS എന്ന് പറയുന്നതായിട്ടുള്ള ഭീകര സംഘടനയിലേക്ക് പോവുകയും അങ്ങനെ അവർ കൊല്ലപ്പെടുകയും അവരുടെ ഭാര്യമാരിൽ ചിലരൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും അടിമകളായിട്ടൊക്കെ കഴിയുകയും ചെയ്യേണ്ടി വരുന്ന തീക്ത അനുഭവങ്ങൾ അതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ സംഘടിതമായിട്ടോ അതിനുവേണ്ടി മറ്റാരെങ്കിലും ഇവിടുത്തെ സാധാരണ മുസ്ലിം സഹോദരങ്ങൾ അതിനുവേണ്ടി പണമോ മറ്റ് കായികമായിട്ടോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ചെയ്തെന്നോ അതിന് യാതൊരു തെളിവില്ലെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരുമല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ എല്ലാ മതങ്ങളിലും പോപ്പുലർ മതമുണ്ട്. അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ചല്ല, PFI കുറിച്ചല്ല ഞാൻ പറയുന്നത്. പോപ്പുലർ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറിക്കായിട്ട് പൊതുവായിട്ട് ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രൈസ്തവരിലുണ്ട്, ബിബ്ലിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ചില ആളുകൾ നമ്മൾ പറയുമ്പോൾ പോപ്പുലർ ക്രിസ്ത്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ഏത് മതത്തോടും താല്പര്യമാണ്, ഏത് രീതിയിലും വേണമെങ്കിൽ ജീവിക്കാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടെല്ലാം കാണുന്നു, അതിനകത്തൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അവർക്ക് രാഷ്ട്രീയവും മതവും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് അവരുടെ ജീവിത രീതികളിൽ. അതേപോലെ തന്നെ പോപ്പുലർ ഹിന്ദുസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തോട് അത്ര പറ്റുമാനമൊന്നും ഇല്ലാത്ത
ആളുകൾ അവരവരുടേതായിട്ടുള്ള ജീവിത നിലവാരങ്ങളിൽ ജീവിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, കരുതുന്നു. ആ വിധത്തിലുള്ള വേറെ ചില ആളുകൾ പോപ്പുലർ ഇസ്ലാം എന്ന് പറയുന്നത് ഏകദേശം ഇസ്ലാം സമൂഹത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിച്ചതും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യത്തിൽ ഒരു 70% വരെയെങ്കിലും ഇവിടുത്തെ മുസ്ലിംസ് ഒരു പോപ്പുലർ മുസ്ലിംസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കരുതുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടൊപ്പം സഞ്ചരിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ജീവിത രീതികളെ ക്രമപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. അവർക്ക് മതം അവരുടെ തലയിൽ പിടിച്ചിട്ടില്ല, പക്ഷേ അവരുടെ മതരീതികൾ അനുധാവനം ചെയ്യുന്നു. അതാരെയും ദ്രോഹിക്കാനല്ല, സൗമ്യതയോടും സാവധാനതയോടും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചുമൊക്കെ ജീവിക്കുന്ന ബാക്കിയുള്ള 30% ആളുകൾ, അതെല്ലാ സമുദായത്തിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 30% ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ മതരാഷ്ട്രം എന്ന് പറയുന്നത്. മതരാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. ഞാൻ അയ്യൂമിലേക്ക് വരാം. അയ്യൂമിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും എന്നെ മുദ്രയാർത്തിയിരിക്കുന്ന ഞാൻ ലീഗിൻ്റെ അച്ഛനാണ്. ലീഗുകാർ പല ആളുകൾക്കും എന്നെ അറിയത്ത് പോലുമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സാമ്പ്രദായിക രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടവനല്ല എന്നുള്ളത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് മറ്റാരുമല്ല, ക്രൈസ്തവ സമൂഹത്തിലുള്ള ചില ആളുകളൊക്കെ തന്നെയാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ നിലപാട് എപ്പോഴും സത്യസന്ധവും സുതാര്യവും എല്ലാവരെയും സ്നേഹിക്കുന്നതും കരുതുന്നതുമായിരിക്കും. കാരണം കർത്താവ് വന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. കർത്താവ് സഞ്ചരിച്ചത് ഏറ്റവും വൃത്തിഹീനരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. യേശുവിൻ്റെ ശിഷ്യഗണത്തിലുണ്ടായിരുന്നവർ മുക്കുവന്മാരെ പോലുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സാമാന്യ ജനങ്ങളുടെ കൂടെ സാമാന്യരായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മാർഗവും. ഞാനൊരു മതവിശ്വാസിയെ അല്ല എന്നുള്ളതും കൂടെ പറയട്ടെ. പക്ഷേ ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്. ദൈവമുണ്ടെന്നും ദൈവം ഏകനാണെന്നും ആ ഏകനായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നുവെന്നും ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടാണെന്നും യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷിതാവെന്നും ആ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിൽ വസിക്കുന്ന, അങ്ങനെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർത്തിരിക്കുന്നുവെന്നും അടിയുറച്ച് വിശ്വസിക്കുകയും അത് കൃത്യമായി ഏത് രംഗത്തും പറയാൻ മടിയില്ലാത്തവനുമായിട്ടുള്ള, എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും ഈ ദൈവ സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം എന്ന് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയട്ടെ. നിങ്ങൾ എന്നെ ഏത് വിധത്തിൽ മുദ്ര കുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ രാഹുൽ ഈശ്വർ പലപ്പോഴും പറയുകയാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ നല്ല. കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അങ്ങനെയുള്ള ആളുകളെയാണ്, അങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഈ മതരാഷ്ട്രീയത്തെ, ഇസ്ലാമിലെ മതരാഷ്ട്രീയമുണ്ട്. കാരണം ഉമ്മത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് ഞാൻ ഓരോ എപ്പിസോഡായിട്ട് പറയുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇസ്ലാമിനെ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഉപോത്ബലമായിട്ടുള്ള നിരവധി ആധികാരിക ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, അതേപോലെ തന്നെ ഖുർആൻ, അതേപോലെ തന്നെ ജിഹാദിനെ കുറിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ, ഇതിനെല്ലാം അവലംബിച്ചുകൊണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഹനഫിയുടെയും അതുപോലെ ഷാഫി പണ്ഡിതന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, മതരാഷ്ട്രീയവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മതവും ഇത് രണ്ടും രണ്ടായിട്ട് കാണുവാനുള്ള ഉൾക്കാഴ്ചയാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, PFI അത് നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ്. SDPI അതൊരു മതരാഷ്ട്ര സംഘടനയായിട്ടാണ് ഇപ്പോൾ വിവക്ഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതൊരു മതരാഷ്ട്ര സമ്പ്രദായത്തിൽ നിന്നും രൂപപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് പല രാഷ്ട്രീയ കാര്യങ്ങളും. എന്നാൽ IUML പോലുള്ള, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ അത് മതത്തിന് വേണ്ടിയിട്ടുള്ള, മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇതാണ് വ്യത്യാസം. മതരാഷ്ട്രീയവും അല്ലെങ്കിൽ മതസങ്കല്പത്തോടുകൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൽ മതമുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രം മതത്തിൻ്റേതായിട്ട് മാറണം എന്ന് ചിന്തിക്കുന്നതാണ് മതരാഷ്ട്രീയം. മറ്റൊന്ന് മതത്തിൻ്റെ നിലനിൽപ്പിന്, അതായത് മതവിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി
മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകണം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ രൂപപ്പെട്ടതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി. അന്ന് അങ്ങനെ ആയിരുന്നില്ലെങ്കിലും ഇന്ന് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് തന്നെ നമ്മൾ കണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി അവലംബിച്ച് കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ സമൂഹത്തിലെ സ്പർദ്ധ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ മലബാർ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, മലബാറിനെക്കുറിച്ച് ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ മതരാഷ്ട്രം എന്നുള്ള ചിന്ത ഉണ്ടായപ്പോൾ തന്നെ അതിനെ കൂടുതലായിട്ട് എതിർത്തത് IUML പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. IUMLന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ, അതിൻ്റെയൊക്കെ ദേശീയ തലത്തിലെ നേതൃത്വ നിലയിൽ നിന്ന ആളുകൾ ഇത് പോരാ, ഇത്രയും വീര്യം പോരാ, നമുക്ക് മതരാഷ്ട്രത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് ഉണ്ടാക്കിയതായ രാഷ്ട്രീയ പ്രസ്ഥാനം അത് പിന്നീട് ഇടതുപക്ഷവുമായിട്ട് യോജിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ സ്വതന്ത്രരായിട്ടൊക്കെ വന്നിട്ടുള്ള ചില ആളുകൾ, ഇങ്ങനെയുള്ള പാർട്ടികളിൽ നിന്ന് സ്വതന്ത്രരായിട്ട് വന്നിട്ട് ഇടതുപക്ഷത്തും മറ്റു വലതുപക്ഷത്തും ഒക്കെ നിലകൊള്ളുന്നതായിട്ടുള്ള വ്യക്തികൾ, ഇവരൊക്കെ തന്നെ സമൂഹത്തിന് നന്മയല്ല പലപ്പോഴും സംഭാവന ചെയ്തിട്ടുള്ളതെന്നും ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജിഹാദിലേക്ക് വരികയാണ്. ജിഹാദ് എന്നാൽ സത്യത്തിലേക്ക് ക്ഷണിക്കലും അത് തിരസ്കരിക്കുന്നവരോട് ദേഹം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യലുമാണ്. അൽ ഇനായ സർഹുൽ ഹിദായ ഹനാഫി ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. ജിഹാദ് എന്നാൽ, രണ്ടാമത് ജിഹാദ് എന്നാൽ പോരാടൽ ആണ്. അൽ സിറാസിനുൽ മദ്ഹബ് ഷാഫി ഗ്രന്ഥമാണത്. ജിഹാദ് എന്നാൽ, മൂന്നാമത്തെ കാര്യം, ജിഹാദ് എന്നാൽ അല്ലാഹുവിൻ്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ പരസ്പരം കരാറുകൾ ഇല്ലാത്ത അമുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ്. ഇതാണ് 3 തരത്തിലുള്ള ചിന്തകൾ ജിഹാദിനെ കുറിച്ചുള്ളത്. ഓരോന്നും നമുക്ക് എടുത്ത് വിശദമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റുവാനും എല്ലാവരും പരസ്പരം തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും കാരണമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദയവുണ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയും മറ്റുള്ളവർക്ക് ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാം അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നവരെയും നന്ദി, നമസ്കാരം.